ഇന്നലെയാണ് കൊച്ചിൻ കോർപ്പറേഷൻ മേയറായി വി.കെ. മിനിമോളെ പ്രഖ്യാപിച്ചത്. എന്തായാലും അതിൽ ചില ആളുകൾക്കെങ്കിലും കടുത്ത അതൃപ്തിയുണ്ട്. കാരണം എന്താണെന്ന് മുതിർന്ന നേതാവ് അജയ് തറയിലിനോട് തന്നെ ചോദിക്കാം. ദീപ്തി മേരി വർഗീസിനോട് പാർട്ടി ചെയ്തത് ഒരു നീതിയാണോ? പാർട്ടിയല്ല, ചില വ്യക്തികൾ, അത് അനീതിയാണ്. ദീപ്തി മേരി വർഗീസ് വളരെ കാലങ്ങളായി 16ാമത്തെ വയസ്സിൽ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി കണ്ടിന്യൂസ് ആയി ഇത്രയും കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന ഒരാളാണ്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്നു, ഇപ്പോൾ KPC ജനറൽ സെക്രട്ടറിയാണ്. ദീപ്തി മേരി തന്നെയാണ് മേയറാകുക എന്നൊരു ഫീലിംഗിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഏറ്റവും രൂക്ഷമായി വന്നത് KPCC പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡവും ഇവിടെ പാലിച്ചിട്ടില്ല. മാത്രമല്ല, ഇങ്ങനൊരു പരിപാടി ഈ പറഞ്ഞ കൗൺസിലർമാരെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ശ്രീ ഷിയാസും ശ്രീ ഡൊമിനിക്കും കൂടി കാണണമെന്ന് പറഞ്ഞ തീരുമാനമെടുത്തു. അന്ന് രാത്രി ഈ ജില്ലയിൽ, ഈ കൊച്ചി നഗരത്തിൽ ഗ്രൂപ്പ് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തു. ആർക്കായിരുന്നു? അല്ല, ഈ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് ഈ കൗൺസിലർമാരെ എല്ലാം അവരവരെ ഓരോ ഗ്രൂപ്പുകളിലേക്കും വലിച്ചു കൊണ്ടുപോയി ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ഗ്രൂപ്പ് നേതാക്കന്മാർ തന്നെ ഇരുന്ന് അവരോട് നിഷ്പക്ഷരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അതുകൊണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ മാറിയുന്നു. അപ്പോൾ വേണുഗോപാലും ഡൊമിനിക്കും ഷിയാസും കൂടി അവരാലോചിച്ചു. അവരെ ഭൂരിപക്ഷം അഭിപ്രായം എന്താണ്, ന്യൂനപക്ഷ അഭിപ്രായം എന്താണെന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് കോർ കമ്മിറ്റിയിൽ പരിഗണിച്ചിട്ടില്ല. അവിടെ വെച്ച് DC പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം എഴുതി പ്രഖ്യാപിക്കുന്നു. ഇത് കടുത്ത അനീതിയാണ്. ഈ ജില്ലയിൽ, ഈ കേരളത്തിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് തലപൊക്കി ഉയരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഒത്തിരി ത്യാഗം സഹിച്ച് ഈ ജില്ലയിൽ കെട്ടുറപ്പോടെ ഒരു ടീം വർക്കോടെ പോയ ഈ ജില്ലയെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മേൽ തകർക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇതിലൊരു അനീതി നടന്നു. അദ്ദേഹം ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെയൊക്കെ എല്ലാ ഭാഗമായി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, DCC പ്രസിഡന്റ് ആണല്ലോ ഇതിന്റെ അധ്യക്ഷൻ. അദ്ദേഹം തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷം കോർ കമ്മിറ്റി വിളിക്കേണ്ടതായിരുന്നു. കോർ കമ്മിറ്റി വിളിക്കാതെ അദ്ദേഹം ഇത് അനൗൺസ് ചെയ്തു. ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്തിൽ തന്നെ 7 സ്ഥാനാർത്ഥികൾ ആരോട് ചോദിക്കാതെ അനൗൺസ് ചെയ്തു. അത് ഞങ്ങൾ KPCക്ക് പരാതി കൊടുത്തു. ആ KPCയിലെ പരാതി നിലനിൽക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാം സഹിക്കുന്നതും ക്ഷമിക്കുന്നതും ഈ പാർട്ടിയിൽ ത്യാഗം അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഇന്നലെ വന്നവർക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് രക്തം പൊടിക്കുന്നത് ഞങ്ങളുടേതാണ് എന്നതുകൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കുന്നത്. പക്ഷേ ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ കടന്നുകയറ്റം ഉണ്ടെങ്കിൽ അത് ശക്തമായി ചേർത്ത് നിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത് ദീപ്തിയോട് കാണിച്ചത് വലിയ അനീതിയാണ്, വലിയ ചതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഗ്രൂപ്പ് വലിയ രീതിയിൽ എറണാകുളം നഗരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.